വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ. ഓച്ചു പഠിപ്പിച്ചാണോ ഓച്ചു? എനിക്കറിയില്ല. ബല്ലെ 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 ബല്ലെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇത് ഞങ്ങൾ ടൗണിൽ കല്യാൺ രാം ചമയം കോസ്റ്റ്യൂം റെൻ്റൽസിൽ പോയതാണ്. വേറെ ഒന്നിനുമല്ല, പിള്ളേരെ സ്കൂളിൽ ചേർത്തിയ ഇനി നമുക്കിടെ ഉത്തരവാദിത്വം ഒന്നും കൂടെ കൂടും അല്ലേ. അപ്പോൾ തോമുനൊരു കോമ്പറ്റീഷൻ ഉണ്ട് സ്കൂളിൽ. അപ്പോൾ അത് ഡിസംബർ 5-ാം തീയതിയാണ്. അപ്പോൾ തോമുന് കിട്ടിയ റോൾ എന്ന് പറയുന്നത് ട്രാഫിക് പോലീസ് ഓഫീസറാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീഷോയിലൊക്കെ നോക്കിയെങ്കിലും ട്രാഫിക് പോലീസ് ഓഫീസറിൻ്റെ യൂണിഫോം ഇല്ല. അപ്പോൾ ഡോൺ ചേട്ടൻ നേരെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റെൻ്റൽ ഷോപ്പിൽ പോകുന്നത്. അതായത് ഈ കോസ്റ്റ്യൂംസ്, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഒക്കെ സാധനങ്ങൾ കാണുന്നത് ഞാൻ ശരിക്കും വണ്ടർ അടിച്ചു പോയി. അപ്പോൾ അവർ നമ്മളെ ഓൾറെഡി ഫോട്ടോ ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ നമുക്കത് ഇഷ്ടമായി. പല സൈസിൽ ഈ പറയുന്ന പോലെ ഇതുണ്ടോ, ആ ഒരു ഷർട്ടിനകത്ത് തന്നെ ഒരു 5-6 ഷർട്ട്, അതായത് പല സൈസിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന വഴിക്ക് കുട്ടിയുടെ സൈസ് നോക്കിയിട്ട് അതനുസരിച്ചുള്ളത് ഞാൻ തോമുവിൻ്റെ ഷർട്ടിൻ്റെ മുകളിൽ തന്നെ ഇട്ടു കേട്ടോ. കാരണം അധികം ഫിറ്റായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട്. തോമുവിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. തോമുവിന് നണ്ണിൻ്റെ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. കാരണം അവിടെ നോക്കിയപ്പം നണ്ണിൻ്റെ മാസ്ക് അത് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. തോമുവിന് ശരിക്കും ഒരു മായാലോകമായിരുന്നു കേട്ടോ അത്. അങ്ങനെ ആ ചേട്ടനോട് ചോദിച്ചു പുഷ്പയുടെ ഡ്രസ്സുണ്ടോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് നോക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളും അഭിപ്രായം പറയും. നമുക്ക് ഡിസംബർ 5 ഇതിൻ്റെ ഒരു ഔട്ട്കം കാണാം കേട്ടോ. ഞാനങ്ങനെ വീഡിയോ എടുക്കണമെന്നും പ്ലാൻ ചെയ്തതല്ല. പക്ഷെ അവിടെ ചെന്നപ്പം എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയത്തില്ല, എന്താ സംഭവം എന്ന്. എനിക്കങ്ങനെ ഇതൊന്നും ആവശ്യം വന്നിട്ടില്ല. പണ്ട് സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കുമെങ്കിലും ഡ്രസ്സ് അവരായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുമായിരുന്നല്ലോ. ഇങ്ങനെയൊന്നും ഞാൻ പോയില്ല. പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇവിടുന്നാണ്, അതായത് ഭരതനാട്യം അങ്ങനെ എല്ലാത്തിനും ഇവിടുന്നാണ് എടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാവും. അപ്പോൾ തോമു ഇടയ്ക്കിടയ്ക്ക് ആ ചേട്ടനോട് പോയിട്ട് പുഷ്പയുടെ ഡ്രസ്സുണ്ടോ, അതുണ്ടോ, നണ്ണുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ വിസിലും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുകയാണ്. തൊപ്പി മാത്രം തോമുവിൻ്റെ തലയിൽ ഒക്കെ ആയില്ല. അപ്പം ശരിക്കും മറ്റേ പോലീസുകാരുടെ തൊപ്പി, അതായത് ആദ്യം ക്ലോത്തിൻ്റെയാണ് കാണിച്ചത്. വേറെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എന്ത് ചോദിച്ചാലും അവിടെ ഉണ്ടെന്ന് പറയുന്ന പോലെ ആയിരുന്നു. ക്രിസ്മസ് ഇത് വരുന്നതുകൊണ്ട് ക്രിസ്മസിൽ സാൻഡ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. തോമു പറയണ്ടായിരുന്നു സാൻഡ ഡ്രസ്സ് മേടിക്കണമെന്നൊക്കെ പറയണ്ടായിരുന്നു. സ്കൂളിൽ ആക്ച്വലി ഫങ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഓർത്തു സാൻഡ ഡ്രസ്സ് ഒരു കോമൺ ഫാക്ടറാണല്ലോ. പിന്നെ കളർ കോഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ തൊപ്പി ഇരിക്കണുണ്ടോ, തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പം തോമുവിൻ്റെ ട്രാഫിക് പോലീസിന് ബ്ലൂ തൊപ്പിയാണ് വേണ്ടത് കേട്ടോ. തോമു ഭയങ്കര എക്സൈറ്റഡാണ്. ഐ എം എ ട്രാഫിക് പോലീസ് മാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണതേ റെഡിയായിട്ട്. പിന്നെയാണ് തോമു കണ്ടത് നമ്മുടെ എന്നിട്ടാണ് പൈലറ്റിൻ്റെ ഡ്രസ്സ്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് അറിയത്തുമില്ലായിരുന്നു കേട്ടോ. തോമു അമ്മ എനിക്ക് പൈലറ്റിൻ്റെ ഡ്രസ്സ് മതിയുമ്പോൾ ഞാൻ പറഞ്ഞു മാം പറഞ്ഞത് പൈലറ്റ് നല്ലല്ലോ തോമു, ഇതല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഇവന് ഇത്ര ഇഷ്ടമാണ്. കാരണം തോമു കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു വിവരം വെച്ച സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂരത്തിൽ പോയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് എന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും അമ്മ, എന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമെന്ന്. പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം പ്രാക്ടിക്കലാവണ കാര്യമല്ലാത്തത് കൊണ്ട് പിന്നത്തേന് മാറ്റി വെച്ച്. ഇതാണ് കേട്ടോ പൈലറ്റിൻ്റെ യൂണിഫോം എന്നാണ് അവൻ പറയണത്, എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളവിടെ അതേ ബില്ലടിക്കാനായിട്ട്, അതായത് റെൻ്റൽ ഷോപ്പാണല്ലോ, അപ്പം മുൻകൂട്ടി നമ്മൾ കുറച്ച് പൈസ കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുത്ത് ഡോൺ ചേട്ടൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ചാക്കോച്ചനും ഇങ്ങനെ നിൽക്കുകയാണ്. തോമു എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ചാക്കോച്ചൻ. ഞങ്ങളിന്ന് ഉച്ച കഴിഞ്ഞോട്ട് അക്കിയുടെ കൂടെയായിരുന്നു കേട്ടോ. അക്കിയുടെ അടുത്ത് ഒരു സ്ലിംഗ് ബാഗ് ഒക്കെ കൊടുക്കാൻ പോയപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് ഇറങ്ങാൻ നിന്നപ്പം അക്കി പറഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. അവിടെ കിടന്ന് സുഖമായിട്ട് ഞാൻ ഉറങ്ങി. ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ എല്ലാം ഡിസ്റ്റർബ്ഡ് ഉറക്കായിരുന്നു. ചാക്കോച്ചൻ വന്ന് ഉണർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഡിമ്പിളിനോട് പറഞ്ഞു ഞങ്ങളിവിടുത്തെ കഴിയുമ്പോൾ വിളിക്കാം. വേറെ ഞങ്ങളെ ഒരിടത്തും പോകാൻ പ്ലാനില്ലായിരുന്നു. ചാക്കോച്ചനുള്ളതുകൊണ്ട് ഒരിടത്തും പോകാൻ പ്ലാനില്ല. അപ്പോൾ റെഡി ആയിട്ട് നിന്നു. നമ്മളിന്ന് ചൊവ്വാഴ്ചയാണ്. പുണ്യാളിൻ്റെ അടുത്ത് പുണ്യാളിൻ്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പം ഇവിടുന്ന് കഴിഞ്ഞ വഴിക്ക്
വിളിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചാക്കോച്ചനിപ്പം വർത്താനം പറയാൻ തുടങ്ങിയോണ്ട് ഇത് എന്തിട്ടാ, എന്താ, എന്തുവാ എന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്നിട്ട് അതാണോ ഇതാണോ ചുമ്മാ അങ്ങ് പ്രഡിക്റ്റ് ചെയ്യുക ആൾ. അപ്പം നമ്മളത് നിരുത്സാഹപ്പെടുത്തുന്നില്ല, അവൻ ചോദിച്ചോട്ടെ, എൻകറേജ് ചെയ്താലേ കുട്ടികൾ നമ്മളോട് ചോദ്യം ചോദിക്കുകയുള്ളല്ലോ. അതുകൊണ്ട് തോമുവിൻ്റെ ചോദ്യങ്ങൾ കുറച്ച് കൂടുതലും അതാണ്, പറയാൻ പറ്റില്ല. അങ്ങനെ തോമു ഓരോ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇതാണ്, അമ്മ അതാണ്. ചാക്കോച്ചൻ എപ്പോഴും ആ നോട്ടീസ് മേലാണ് അട്രാക്ഷൻ ഫുള്ള്. അപ്പോൾ തോമുചേട്ടൻ ചെയ്യുന്നുണ്ട്. തോമു പറയാം അതിൻ്റെ അണ്ണൻ്റെ കോസ്റ്റ്യൂമാണ് അമ്മ, എനിക്ക് അത് വാങ്ങിച്ചു തരുമോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സെഗ്മെൻ്റ് അല്ല തോമു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആക്ട് ചെയ്യാണ്. ആ പ്രേതം ഇങ്ങനെയാണ് അമ്മ പോണത്. ഇവന് പ്രേതത്തിനോട് എത്രയും ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായത് ഞങ്ങൾ ലാസ്റ്റ് ടൈം, ഈ തവണയല്ല കേട്ടോ, ലാസ്റ്റ് ടൈം ബേബി അമ്മയുടെ അവിടെ പോയപ്പം അവിടുത്തെ വാവയോട് പറഞ്ഞപ്പോഴാണ് അവൻ ഗോസ്റ്റിനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലേ, ഹൊറർ മൂവി ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പം ഞങ്ങളിന്ന് ലിഫ്റ്റിൽ കയറിയപ്പം 3 പ്രസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 3 പ്രസ് ചെയ്തു. ഇപ്പം ഗ്രൗണ്ടിൽ പോകാൻ G പ്രസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്രസ് ചെയ്തു. അതൊക്കെ ഒരുതരം ഹാപ്പിനെസ് ആണ് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ് ഡിമ്പിളിനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പം സംഭവം നമ്മുടെ മൈജിയുടെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇനി കുറച്ച് തോമുൻ്റെയും ചാക്കോച്ചൻ്റെയും കുറച്ച് പാട്ട് കേട്ടാലോ. ചാക്കോച്ചനിപ്പം കുറച്ചായിട്ട് ഞാൻ പറഞ്ഞില്ല വർത്താനമൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചാക്കോച്ചൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇനി കാണാം കേട്ടോ. നിങ്ങൾക്കും അതൊക്കെയാണല്ലോ ഇഷ്ടം. ജോണി ജോണി ഈറ്റിംഗ് ഷുഗർ, ടെല്ലിംഗ് ലൈസ്, ഓപ്പൺ യുവർ മൗത്ത്. ഇനി തോമു കുറച്ചു നേരം മിണ്ടാണ്ട് Johnny, Johnny, yeah, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Open your mouth, ha, ha, ha. ഇനി ചാക്കോച്ചൻ പാടിക്കാം. അമ്മ പാടാട്ടോ. ഞാൻ പാടാം, എന്നിട്ട് ചാക്കോച്ചൻ പാടും. Johnny, Johnny, Papa. Eating sugar, Papa. Eating sugar, Papa. Open your mouth. എത്തിപ്പോയല്ലോ തോമു. ജോണി ജോണി ഈറ്റിംഗ് ഷുഗർ, ടെല്ലിംഗ് ലൈസ്, ഓപ്പൺ യുവർ മൗത്ത്. വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ. ഓച്ചു പഠിപ്പിച്ചാണോ ഓച്ചു? ഒറ്റാക്കി കണ്ടാ അവൻ പിടിച്ച് കടിക്കുന്ന എനിക്ക് വലിയ രസം കാണില്ല കേട്ടോ. എങ്ങനെ കണ്ടില്ലേ നമ്മുടെ ചാക്കോച്ചൻ്റെ കുറുമ്പും കാര്യങ്ങളും. അപ്പോൾ അതേ നമ്മൾ നടത്തറ എത്തി. ഡിമ്പിളിനെ വിളിച്ചു പറഞ്ഞു കേട്ടോ. നമ്മുടെ ഒരു കോളിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഡോൺ ചേട്ടൻ പക്ഷേ ബാവൻസ് കഴിഞ്ഞിട്ട് വിളിക്കുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞു വേഗം വിളിച്ചോ, ഡിമ്പിളിനെ ഇറങ്ങി വരണം. ഡിമ്പിളിന് ചെറിയൊരു മുട്ടുവേദന ഉള്ളതുകൊണ്ട് ആകെ പ്രശ്നത്തിലാണ്. അപ്പോൾ നടന്നു വരാനൊക്കെ ടൈം വേണം. അപ്പോൾ ഡിമ്പിൾ അപ്പോഴത്തേനും റെഡി ആയിട്ട് പാച്ചുവും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഫ്രണ്ടിൽ കയറി. ഞങ്ങൾ ഒരു കുടുംബം മൊത്തം പുറകിൽ ഓക്കുപ്പൈഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം പാച്ചു ഞങ്ങൾ പോയതിന് ശേഷം കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ചാക്കോച്ചനും കൂടെ ഉള്ളതുകൊണ്ടാണ്. അഥവാ ചാക്കോച്ചൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് പാച്ചുവിനെ കൊണ്ടുപോകാനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം 3 പേരെയും കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. അപ്പോൾ അതേ നമ്മൾ പുണ്യാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും നോയമ്പെടുത്തേക്കാണ് 9 ആഴ്ചത്തേക്കിന്. നമ്മുടെ 2ാമത്തെ ആഴ്ചയാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ഡോൺ ചേട്ടൻ കുറേ ദിവസമായിട്ട് ബോബ ടീ കുടിക്കാൻ, അതായത് ബോബ ലൈവിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിള്ളേരൊക്കെ കാരണം പോകാനിരുന്നതല്ല. പക്ഷേ ഡോൺ ചേട്ടൻ ഇന്ന് ഞങ്ങളെ നൈസായിട്ട് അവിടെ നിന്ന് വഴിതിരിച്ച് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ പറയാതിരിക്കാൻ വല്ല നല്ല കിടു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നമ്മുടെ ഈ കുട്ടനല്ലൂർ റോഡ് സൈഡിലാണ് തൃശ്ശൂർ വരുന്നത്. കണ്ടോ ഇൻറ്റീരിയർ പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു. നല്ല തിരക്കുമുണ്ട്. നല്ല കളർ തീമായിരുന്നു. ഈ പിള്ളേരില്ലായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇരുന്ന് എൻജോയ് ചെയ്താണ്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതെല്ലാം മേക്ക് ചെയ്യുക. വളരെ നീറ്റായിട്ട് ഭയങ്കര ഹൈജീനിൽ അവർ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മാംഗോ ഫ്ലേവറാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ പോയി ഓർഡർ ചെയ്യാണ്. പിള്ളേരും ഡോൺ ചേട്ടനും ഒക്കെ അവിടെ ഇരുന്നു കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോഴത്തേനും കിട്ടിയിട്ടോ സംഭവം കണ്ടോ. അടിപൊളിയാണ് കേട്ടോ.
എനിക്ക് ഭയങ്കരമായിട്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മമ്മിക്കും ഡാഡിക്കും കൂടെ, ഇത് ഞങ്ങൾ റെഗുലർ സൈസാണ് മേടിച്ചത്, മമ്മിക്കും ഡാഡിക്കും കൂടെ ലാർജ് മേടിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മേടിച്ചു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു മാംഗോ ഫ്ലേവർ, അതിൻ്റെ കൂടെ ആ ക്രീമിൻ്റെ ടേസ്റ്റ് നല്ല റിച്ച്, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു ആ ക്രീമിന്. തോമു കുടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം ക്രീം മാംഗോ അതിൻ്റെ ഇടയിൽ ആ ബോൾസ്. പക്ഷേ ചേട്ടൻ കുടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചാക്കോച്ചന് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ അവനതിൽ സ്ട്രോയിൽ വലിച്ചു കുടിക്കാനും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോരുത്തർ കുടിക്കുമ്പോഴും അവന് വഴക്കായിരുന്നു, കരഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പാച്ചു പോയിട്ട് ചോദിക്കും ഒരു ചായ തരുമോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരും അതൊരു തമാശയായിട്ട് എടുത്തൊരു ചായ ഉണ്ടോ, ആ സംഭവത്തിൻ്റെ പേരറിയാത്തതുകൊണ്ട് ചായ എന്ന് പറഞ്ഞ് ഒതുക്കി. അങ്ങനെ വീട്ടിൽ വന്നൊരു യുദ്ധപ്പാട് കഴിഞ്ഞിട്ട് ഞാൻ 2 പിള്ളേരെ ഉറക്കി, കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു 2 പേർക്ക്. തോമു ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു വിധത്തിൽ ചാക്കോച്ചൻ രാത്രി ഉറങ്ങുകയല്ല, ഭയങ്കര ഡിസ്റ്റർബ്ഡ് സ്ലീപ്പാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ താഴെ വന്നപ്പോൾ നമ്മുടെ പാച്ചുച്ചൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫോണൊക്കെ കണ്ടുകൊണ്ട് ആരുടെ ശല്യം ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഡിമ്പിള് കുളിപ്പിച്ച് എന്താ പറയുക കുട്ടപ്പനാക്കി കൊണ്ട് കിടത്തിയേക്കാണ്. അപ്പോൾ ആളുടെ കാര്യം നോക്കി അവിടെ മിണ്ടാണ്ടിരിക്കുകയാണ്. ഡിമ്പിൾ അപ്പുറത്ത് ബിസിനസ് ഒരാളുടെ എൻക്വയറി വന്നത്, അവർക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചോറ് വെന്തിട്ടില്ലായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു പഴങ്കഞ്ഞി കഴിക്കാനായിട്ട്, അപ്പോൾ പഴയ ഉച്ചയ്ക്കത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നില്ല, കുറച്ച് തൈരും മമ്മി ഉണ്ടാക്കി നല്ല പച്ചമുളക് ചമ്മന്തിയും കുറച്ച് നാരങ്ങാച്ചാറിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു. അപ്പോഴത്തേനും എൻ്റെ എല്ലാം കഴിപ്പ് കഴിഞ്ഞപ്പോഴത്തേനും ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് സോഫയിലിരുന്ന് വളരെ സമാധാനത്തോടെ, പിള്ളേരൊന്നും ഇല്ലല്ലോ, അവർ 4 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. കാരണം ഞാൻ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ട് വന്നത് കട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് നിൽക്കും തോറും ടെൻഷൻ കൂടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അവർ ടി വിയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഞാൻ വേഗം മുകളിലോട്ട് വന്നു. പിള്ളേർ ഞാൻ പറഞ്ഞില്ലേ 10:47, ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മിക്ക ഡേയ്സും നേരത്തെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ബബായ് ആൻഡ് ടേക്ക് കെയർ.